വേഗം പിടിക്കാ ഓന്തിനെ. ഈ കളറിന് പറ്റിയ സ്ഥലം ഇവിടെ തന്നെയാണ്. ഞാനിപ്പോ ഇവിടെ വെച്ചല്ലേ ഉള്ളൂ. എവിടെ പോയ കളേഴ്സ്? ഒരു കഴുതയാണെന്ന് വിചാരിച്ച് നീ എന്റെ കോവർ കഴുതയാക്കുവാണോ? എല്ലാ കഴുതകളും കഴുതകളാണെന്നില്ല. എന്റെ കളർ വേഗം തിരിച്ചതാ. ആഹാ, ചേട്ടനൊരു തമാശക്കാരൻ തന്നെ. 1 2 3 കലപില പാടി പടയെന്ന് ചാടും ഞാനൊരു ചെറു സിംഗർ. രസം കൂടിയോ ഇന്നും കട്ടു നിന്റെ കളർ. ആഹാ, എന്തൊരു അടിപൊളി പാട്ട്. ഏഹേ, ചാട്ടൻ ചാടി പലവിധ മൂടി പാഞ്ഞു ഞാൻ മേലെ. കഴുതയുടെ മുഖത്ത് കളറും വീണേ കണ്ടു ഞാൻ കണ്ണാലെ. ആഹാ, അടിപൊളി അടിപൊളി അടിപൊളി. എന്റെ വീട്ടിന്റെ കളറ്, എന്റെ ശരീരത്തിനുള്ള കളറ്, പിന്നെ എന്റെ മേക്കപ്പിനുള്ളത് എല്ലാ കളറും തീർന്നു പോയായിരുന്നു. അതുകൊണ്ടാ കളർ എടുക്കാൻ വന്നത്. പക്ഷെ ഞാൻ എന്തെങ്കിലും എടുത്താൽ തിരിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ എത്ര കളർ എടുത്താലും അതിനനുസരിച്ച് ഡാൻസ് കളിച്ചിട്ടേ പോവാറുള്ളൂ. എങ്ങനെയുണ്ട് എന്റെ ഡാൻസ്? കാശ് തരുന്നതിന് ഓരോ ഡാൻസോ? മര്യാദക്ക് പോയി ATM പൈസ എടുത്തിട്ടോ. അല്ലെങ്കിൽ ഇതിനെല്ലാം കൂടി ചേർത്ത് കൈകൊണ്ടൊരു ഡാൻസ് ഞാൻ നിനക്ക് അങ്ങോട്ട് തരട്ടെ. ഇതാ പിടിച്ചോ. അല്ല ചേട്ടാ, ഇതെന്താണ്? നല്ല അടിപൊളി അടി. ഇവിടെ കാണുന്നില്ല. ഇതെങ്ങോട്ട് പോയി? ഓ, അത് ശരി. അപ്പൊ നീ ഇവിടെ ഒളിച്ചിരിക്കുവായിരുന്നല്ലേ? ഞാൻ പോയി. സോർദാറെ, ഒരു ചോദ്യം ചോദിക്കട്ടെ ഞാൻ? വേഗം ചോദിക്കേ. നീ എന്ന് മുതലാ പെയിന്റിംഗ് തുടങ്ങിയത്? നമ്മള് സോർദാറിന്റെ പെയിന്റിങ്ങിന് വേണ്ടിയല്ല, മാഡത്തിന്റെ പെയിന്റിങ്ങിന് വേണ്ടിട്ടാ കളറും കൊണ്ട് പോകുന്നത്. സംശയമുണ്ടോ? ഓക്കേ ബണ്ണി, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിക്ക്. ഇതേ ചോദ്യമായിരുന്നു, നീ ഉത്തരം തന്നു. ഇതിന് പകരമായിട്ട് നിങ്ങൾ എപ്പോ എന്ത് ചോദ്യം ചോദിച്ചാലും ഞാൻ അതിന്റെ ഉത്തരം ഒട്ടും വൈകാതെ തന്നെ തിരിച്ചു പറയും. എന്നാ ഞാൻ ചോദിക്കാം, നീ പറ. 125ഉം 55ഉം കൂട്ടിയ ശേഷം ആദ്യം 25 കുറച്ചാൽ എത്ര കിട്ടും? നീ ഒന്ന് പറഞ്ഞേ. 5. തെറ്റായ ഉത്തരം. തെറ്റാണെങ്കിൽ ഉത്തരം ശരിയാ. ഉത്തരം ഞാൻ ഏതായാലും പെട്ടെന്ന് പറഞ്ഞില്ലേ. ഓ, എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. നമുക്ക് തമാശയായിട്ട് പോലും പറയാൻ പറ്റാത്ത കാര്യം ഇവൻ എങ്ങനെയാ ഇത്ര സീരിയസ് ആയിട്ട് പറയുന്നത്? അങ്ങോട്ട് നോക്ക്, കഴുതത്തിന് വലിയച്ഛന്റെ കടയെത്താറായി. അതെ വല്ലച്ചോ. വെല്ലിച്ചന്റെ വീട്ടിൽ ഒരുപാട് സമോസയുണ്ടെന്ന് തോന്നുന്നേ. അതുകൊണ്ടായിരിക്കും അല്ലേ ഇത്രയും സോസും കൊണ്ട് പോകുന്നത്. എടാ കഴുതേ, ഇത് സോസ് അല്ല, ചുവന്ന പെയിന്റിന്റെ ബോക്സ് ആയിരുന്നു. കൊല്ലുന്നേ. ഞാൻ ഇതൊക്കെ കേൾക്കേണ്ടതാ. എന്നെ കൊല്ല്. കച്ചവടം മോശമല്ല. കടയിലെ സാധനങ്ങൾ തീർന്നിട്ടും വലിച്ച നല്ല ചൂടിലാണല്ലോ. ഇങ്ങനെ ടെമ്പറേച്ചർ കൂടാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് പറ. ഈ കട കസ്റ്റമർ ആയിട്ടല്ല, ഒരു ഓന്ത് വന്നാണ് ഇങ്ങനെ കാലിയാക്കിയത്. ആ ഓന്ത് എല്ലാ കളറും മോഷ്ടിച്ചോണ്ട് പോയി. എന്താ? ഞാൻ ശബ്ദം എടുത്തിരിക്കണം. അതായത് ഞാൻ ശബ്ദം എടുത്തിരിക്കുകയാണ്. ആ ഓന്ത് പിടിക്കപ്പെടുന്നത് വരെ ഞാൻ എന്നെ സ്വയം തല്ലിക്കൊണ്ടിരിക്കും. അയ്യോ വെല്ലിച്ച, ഇങ്ങനെ വെറുതെ സ്വയം തല്ലാതെ. ഞങ്ങൾ വലിയച്ഛനെ സഹായിക്കാം. വലിയച്ഛൻ ഭയങ്കര അപ്സെറ്റ് ആണ്. നമുക്ക് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും സഹായിക്കണം. വ്യത്യസ്ത നിറമുള്ള ഈ സിറ്റിയില് നിറം മോഷ്ടിച്ചു കൊണ്ടുപോയ ഓന്തിനെ നമ്മൾ എങ്ങനെ തരാനാണ്? ദേ നോക്കിയേ, മിക്കവാറും ഇതാ കള്ള ഓന്തിന്റെ കാൽപ്പാട് തന്നെ ആയിരിക്കും. ഇത് ഫോളോ ചെയ്താ മിക്കവാറും ഓന്തിനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടും. എടാ പോപ്പട്ടെ, നിനക്ക് പറക്കാൻ പറ്റില്ലേ? പിന്നെ നീ എങ്ങോട്ടായി വരുന്നേ? പോയാ ഓന്തിനെ കുറിച്ച് അന്വേഷിക്കടാ, ചെല്ലടാ.
എടാ ഞാൻ നിങ്ങളുടെ കൂടെ നടന്നു നടന്ന് എപ്പോഴും മറന്നു പോകും എനിക്ക് പറക്കാൻ പറ്റുമെന്നുള്ള കാര്യം. സോറി. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അയ്യോ. നിങ്ങളെല്ലാവരും വലിയ ആനമണ്ടന്മാര് തന്നെ. ഇങ്ങനെ അന്വേഷിച്ചു വരുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം കാൽപ്പാടുണ്ടാക്കിയിട്ടത്. പറ്റിച്ചില്ലേ ഞാൻ എല്ലാരും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നോക്ക്, ഇങ്ങനെ മോഷ്ടിക്കുന്നത് വളരെ അതെ അതെ വളരെ വലിയ തെറ്റാണ്. അത് എനിക്കും അറിയാം. എന്നെ അടിക്കുന്നു. നിന്നെ ഇന്ന് ഞാൻ വിടില്ലെന്നല്ലേ? അതെനിക്ക് അറിയാം ചേട്ടാ. വേഗം പിടിക്കാവോ ഒന്നിനെ. ആ ഓന്ത് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ഇവിടെ ഇരുന്ന ഐസ്ക്രീമിന്റെ കളറല്ല അവള് കുടിച്ചു. എല്ലാം കുടിച്ചിട്ടില്ല. ദാ നോക്കിയേ, ആ കൊച്ചിന്റെ ഐസ്ക്രീമിൽ കുറച്ചും കൂടി നിറം ബാക്കിയുണ്ട്. വേഗം വാ ഹണി. എല്ലാവരും നാലുപാടും നോക്ക്, ആ ഓന്ത് ഇവിടെ തന്നെ ഉണ്ടാവും. അങ്ങോട്ട് നോക്ക്, റെഡ് സിഗ്നലിന്റെ അകത്തുണ്ട് അവള്. ഇതൊന്നാണോ അതോ ഹണിയുടെ തലച്ചോറാണോ? കണ്ടുപിടിക്കാൻ പൊടി പോലും ഇല്ല. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഓന്തിനെ കിട്ടില്ല. നമുക്ക് അവളെ സംസാരിച്ച് വീഴ്ത്തേണ്ടി വരും. നല്ല ഐഡിയാണ് ബണി. നീ ആ ഓന്തിനോട് സംസാരിച്ച് നിൽക്കണം. ഞാൻ പുറകിലൂടെ വന്ന് പിടിച്ചോളാം. നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്നെ നിങ്ങൾ എങ്ങനെയൊക്കെ കുരുക്കാൻ നോക്കിയാലും ഞാൻ അതിൽ നിന്നൊക്കെ ഊരിപ്പോരുന്നേ. അതുകൊണ്ട് നിങ്ങൾ എന്റെ പുറകെ ഓടിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ അങ്ങനെയൊന്നും കുടുങ്ങില്ല ചേട്ടന്മാരെ. നിന്നെ എപ്പ ഞങ്ങളുടെ കൈ കിട്ടുന്നോ അന്നേരം നിന്റെ കളർ വെച്ചായിരിക്കും ഞങ്ങൾ ഹോളി ആഘോഷിക്കുന്നത്. നിങ്ങൾ എന്നെ വെല്ലുവിളിച്ചത് കൊണ്ട് എനിക്ക് അപ്പോഴും ഇപ്പോഴും എപ്പോഴും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ 4 പേരുണ്ട്, ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക. എന്നാലും ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുത്തു. പറ്റുമെങ്കിൽ നിങ്ങൾ എന്നെ പിടിക്ക്. ചേട്ടന്മാരെന്നെ കണ്ടുപിടിക്ക്. കൂട്ടുകാരെ, ഈ അഹങ്കാരിയായ ഓന്തിനെ നമുക്കൊരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. ഐഡിയ. എന്നാ പിന്നെ കൂട്ടുകാരെ നമുക്ക് തുടങ്ങാം. ചിങ്ക ചിക്ക. കളർ മോഷ്ടിക്കാൻ നീ ഇവിടെ എത്തിയോ? പക്ഷെ ഇത് ഞങ്ങളുടെ പ്ലാൻ ആയിരുന്നു. ഇതൊരു കളർ ഷോപ്പാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നിന്നെ ഇവിടെ എത്തിക്കാനുള്ള ഞങ്ങളുടെ അടവ്. സംശയമുണ്ടോ? ഇപ്പൊ തന്നെ നിനക്കുള്ള പണി ഞാൻ തരാം. ഇനി ആ ഓന്തിന്റെ നിറം മാറി രക്ഷപ്പെടാൻ സാധിക്കില്ല.
പാടില്ല. ഞങ്ങള് 12 പേര് ചേർന്ന് നിന്നെ വളഞ്ഞിരിക്കുകയാണ് ഓന്തേ. 12ഓ? അതെ, എന്റെ കൂടെ 3, പിന്നെ ബണ്ണിയുടെ കൂടെ 3, പോപ്പറ്റിന്റെ കൂടെ 3, പിന്നെ സോർദാറിന്റെ കൂടെ 3. അപ്പൊ ടോട്ടൽ 12 ആയില്ലേ? നീ ജയിലിൽ പോകുമ്പോ അവിടെ വെച്ച് മാത്സ് പഠിക്കുന്നത് നല്ലതാ. പിടിച്ച് കെട്ടവളെ. അയ്യോ അയ്യോ, ഞാനിപ്പോ ശരിക്കും കുടുങ്ങിയേ. അയ്യോ, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല, തണുക്കുന്നുണ്ട്. അയ്യോ, എന്നെ ഒന്ന് വെറുതെ വിടണേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഞാനിനി ഇങ്ങനെയൊന്നും ചെയ്യില്ല, സത്യമായിട്ടും. എന്നെ ഒന്ന് അഴിച്ചുവിട് പ്ലീസ്. ഇനി ഞാൻ കളറ് മോഷ്ടിക്കില്ല, എന്നെ ഒന്ന് അഴിച്ചുവിട് പ്ലീസ്. എനിക്ക് വല്ലാണ്ട് തണുക്കുന്നുണ്ട്, പ്ലീസ് എന്നോട് ക്ഷമിക്ക്. അയ്യോ, അഴിച്ചുവിട്. ശരി, നിനക്കേതായാലും മനസ്സിലായില്ലേ നീ ചെയ്തത് തെറ്റാണെന്ന്. ഇനി അതാ കളർ വേണമെങ്കിൽ തന്നെ പൈസ കൊടുത്ത് മാത്രമേ വാങ്ങാവൂ. ഹാ, തീർച്ചയായും ഞാൻ അങ്ങനെ ചെയ്യൂ. നിങ്ങളുടെ വല്ലിച്ചിന്റെ അടുത്ത് കളറിന്റെ പൈസയും തിരിച്ചു കൊടുക്കാം. പക്ഷെ ദൈവത്തിന് ഓർത്ത് പോലീസിനെ വിളിക്കല്ലേ. ആഹാ, ദേ ഇൻസ്പെക്ടർ പാണ്ട. ഞാൻ തമാശ പറഞ്ഞതാ. തമാശ പറഞ്ഞ് ചിരിക്കുന്നതിലൂടെ ടെൻഷൻ കുറയും.